ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടെ MT വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MT വ്ളോഗ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയതിന് ശേഷം ആ ചാനലിന് അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ കാരണമായത് എൻ്റെ വീഡിയോകളിൽ കുറേ നല്ല ക്വാളിറ്റി വീഡിയോസ് വരികയും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുകയും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തത് ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വോളിയം ഇറക്കി പാർട്ട് 2, പാർട്ട് 3 ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിരന്തരം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ട് 4 എവിടെ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇറക്കുമ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല സയൻറ്റിഫിക് ഫാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പുതിയൊരു ടോപ്പിക് കിട്ടിയത്. തംബ്നെയിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ ടോപ്പിക്ക് കിട്ടിയിട്ട് കുറേ നാളായി പ്രിപ്പയർ ചെയ്തിട്ടും പക്ഷേ അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് ശരിയാണോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ പരീക്ഷിച്ചപ്പോൾ മിക്കതും 90% അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് മറ്റൊന്നുമല്ല, മറ്റൊരാൾക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, മറ്റൊരു സ്ത്രീക്ക്, മറ്റൊരു പെൺകുട്ടിക്ക് അത് പുരുഷന് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നറിയാൻ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 10-15 ക്യൂസാണ്, 10-15 ലക്ഷണങ്ങളാണ് പറയുന്നത്. അത് 99% വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. നിങ്ങൾക്ക് ജീവിതത്തിൽ പയറ്റി നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് പരീക്ഷിച്ചറിയാം. ആർക്കുമാരെയും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഒരു ഫീമെയിലിന് മെയിലിനെ, ഒരു പെണ്ണിന് ആണിന് ഇഷ്ടമുണ്ടോ എന്ന് നോക്കുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, ഞാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ചില ക്വാളിറ്റീസൊക്കെ ഒരു പുരുഷനോട് ഇഷ്ടത്തോടെയാണോ സംസാരിക്കുന്നത്, വെറുപ്പോടെയാണോ സംസാരിക്കുന്നത് മനസ്സിലാക്കാം. ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴും അത് ഇഷ്ടത്തോടെയാണോ വെറുപ്പോടെയാണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ ബോഡി ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും കാണിക്കുമ്പോൾ അത് പ്രേമമാണെന്ന അർത്ഥത്തിലേക്ക് എല്ലാവരും എടുക്കരുത്. ഇതിലെ ലൈക്കിംഗ് ആണ്, ഇഷ്ടം കാണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിൻ്റെ തോത് വർദ്ധിച്ച് ഒരു ലിമിറ്റ് വിടുമ്പോഴാണ് പലപ്പോഴും അത് പ്രേമത്തിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല, ആ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ്. ഇപ്പോൾ ആങ്ങളെയും പെങ്ങളെയും കൂടെയാണ് സംസാരിക്കുന്നത് എങ്കിൽ അതിൽ എത്ര ഇഷ്ടമുണ്ടെങ്കിലും അതിലൊരു പ്രേമത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് കൂട്ടുകാരികളാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾ ആണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, താല്പര്യത്തോടു കൂടിയാണോ സംസാരിക്കുന്നത് അല്ലേന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഈ പറയുന്ന ക്വാളിറ്റികൾ ഓരോന്നും ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്നോരോന്നും മൈക്രോ ഒബ്സർവേഷൻ്റെ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അങ്ങനെയുള്ള ഒബ്സർവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒന്നാമത്തത്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് അങ്ങനെയുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവളുടെ മുടി മുമ്പിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലേ ചെയ്യുക മീൻസ് അതിങ്ങനെ മിനുക്കിക്കൊണ്ട്, അത് പ്രീനിങ് എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറയാം, ഇങ്ങനെ വളരെ മിനുസപ്പെടുത്തുക, അതിൽ വിരലിട്ട് ഇങ്ങനെ ചെയ്യുക, അത് ഒരുമിച്ച് പുറത്തേക്ക് ഇങ്ങനെ എടുത്തിടുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, മുടി ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ പ്രീൻ ചെയ്യുക, അല്ലെങ്കിൽ വിരൽ കൊണ്ട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളോട് ഇഷ്ടത്തോടെയാണ് സംസാരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരാൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടിട്ടും തലയൊക്കെ മറച്ചിട്ടാണുള്ളതെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല. അവരടുത്ത ലക്ഷണങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സംസാരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് അടുത്ത് നിന്നുള്ള സംസാരത്തിലാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യമാണ് ചുണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി അവരുടെ ചുണ്ടിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ ചുണ്ട് നനയ്ക്കുക, ചുണ്ട് തൊടുക, വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചുണ്ട് പിടിച്ച് വലിക്കുക, സ്വന്തമായിട്ട് ചുണ്ട് കടിക്കുക. അതുപോലെ ഓപ്പോസിറ്റ് ആൾ, ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലേക്ക് തന്നെ, കണ്ണിൽ നോക്കി സംസാരിക്കേണ്ടതിന് പകരം ചുണ്ടിലേക്ക് തന്നെ നോക്കുക. അപ്പോൾ ലിപ്പുമായി ബന്ധപ്പെട്ട് മൈക്രോ ഒബ്സർവേഷൻ കൃത്യമായിട്ട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നെങ്കിൽ അവരുടെ ലിപ്പിനെ അവർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക, കടിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തൊടുക, ഇങ്ങനെ പിടിക്കുക, അങ്ങനെ. അപ്പോൾ എന്തായാലും അങ്ങനെ ചുണ്ടിലേക്ക് അട്രാക്ഷൻ അങ്ങോട്ടെടുക്കുകയോ നമ്മുടെ ചുണ്ടിലേക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഇഷ്ടത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഞാൻ ചിത്രത്തിൽ കാണിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ആൾക്കൂട്ടത്തിൽ, നമ്മൾ നേരത്തെയുള്ള ബോഡി ലാംഗ്വേജ് വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ട ഒന്ന് തന്നെയാണ്. ഒരാൾക്കൂട്ടത്തിൽ 5-6 പേര് നിൽക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പെണ്ണിന് ഒരു പുരുഷനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഫുഡ് പോയിൻറ്റിങ്, എപ്പോഴും ഷൂ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെ നിൽക്കുകയാണെങ്കിലും ഇഷ്ടമുള്ള ആളുടെ നേരെ പോയിൻ്റ് ചെയ്യുള്ളൂ. ടോ പോയിൻ്റ് ചെയ്യുന്നത്, ഷൂ അല്ലെങ്കിൽ ചെരുപ്പിട്ടിട്ടാണെങ്കിലും ആ തള്ളവിരൽ പോയിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിരലുകൾ പോയിൻ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇഷ്ടമുള്ള ആളുകളുടെ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ നമുക്കത് ഒബ്സർവ് ചെയ്യാം. അവർ തമ്മിൽ കൊള്ളാവുന്ന ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അവനെ ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം, കാലിൻ്റെ പോയിൻറ്റിങ് നോക്കിയിട്ട്. സോ ഷൂ പോയിൻറ്റിങ് ആണ് അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതുവരെ പറഞ്ഞത് ഇമ്മീഡിയറ്റ് കോൺടാക്റ്റിൽ അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കുറേ കാര്യങ്ങൾ, ഒരു 3-4 പോയിന്റുകൾ കാഴ്ചയിൽ തന്നെ പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, കുറച്ച് ദൂരെയാണ് ഒരാളുള്ളത് എങ്കിൽ, ഒരു കല്യാണ വീട്ടിൽ നമ്മൾ പോവുകയാണ്. കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത്, ഇത് ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു കല്യാണ പ്രായത്തിന് മുമ്പുള്ള കൗമാരക്കാർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അവരൊരു കല്യാണ വീട്ടിലോ മറ്റോ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ
ശരിക്കും ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഈ പുരുഷൻ അല്ലെങ്കിൽ ആൺകുട്ടി നിൽക്കുന്നത്, ആൺകുട്ടിയെ കാണുന്ന രീതിയിൽ മാത്രമായിരിക്കും ആ പെൺകുട്ടിയുടെ ആ സമയത്തുള്ള എല്ലാ പെരുമാറ്റവും. ഇത്തിരി അങ്ങോട്ട് മാറേണ്ടി വന്നാലും ഉടനെ തന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് നിൽക്കും. കാഴ്ചപ്പുറത്ത് നിൽക്കുക എന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലും ദൂരെ നിന്നെങ്കിലും വെറുതെ ഒരു ഐസൈറ്റ് കിട്ടുന്ന രീതിയിൽ നിൽക്കുമെന്നുള്ളതാണ്. ഇനി അത് അടുത്തേക്ക് വരികയാണെങ്കിൽ കണ്ണിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റ് ആണ്. കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് തന്നെയാണ് നോക്കുക. സാധാരണ ഇതിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കാത്ത ആൾ പോലും ഇഷ്ടം കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കണ്ണിലേക്ക് തന്നെ നോക്കും. ഈ കണ്ണിലേക്ക് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് വേറെ ഐഡൻറ്റിഫിക്കേഷൻ കൂടെ അവിടെ നടത്താൻ പറ്റും. കൃത്യമായിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്ന കാര്യം. ശരിക്കും കളവ് പറയുന്നു സത്യം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു. കൃഷ്ണമണി വികസിക്കുകയും ചെയ്യും, കൃഷ്ണമണി ചെറുതാവുകയും ചെയ്യും. ഇഷ്ടത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ശരിക്കും നമുക്കത് കാണാൻ കഴിയും. സന്തോഷത്തിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. അത് കണ്ണിലേക്ക് തന്നെ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക. അതല്ല ഇഷ്ടം അഭിനയിച്ചുകൊണ്ട് ദേഷ്യമോ വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നോക്കിയാൽ കാണാം അത് ചുരുങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ കൃഷ്ണമണിയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ ഒബ്സർവേഷൻ്റെ ഭാഗമാണ്. അടുത്ത് നിന്ന് നല്ല ക്ലിയർ ആൻഡ് ഡെലിബറേറ്റ് ഐ കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം ഇഷ്ടത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരെ നിന്നാണ് രണ്ടുപേരും നേരിട്ട് സംസാരിക്കാതെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവളെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അവൾക്ക് ചിരിക്കേണ്ട ഒരു കോമഡി പറഞ്ഞിട്ട് ഒരു വിറ്റ് പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിൽ ചിരിക്കും ഉടനെ നമ്മൾ നോക്കും. ചിരിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനും ഇതിനാണ് ലക്ഷ്യം. അത് എവിടെ നിന്നാണെങ്കിലും ഇനി ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് റൂമിൽ ബോയ്സ് അവിടെ നിൽക്കുന്നു, ഗേൾസ് ഇപ്പറയുണ്ട്. അതിൽ ഒരാൾക്ക് ഇവനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരു ചിരി വന്നിട്ടുണ്ടെങ്കിൽ ആ ചിരിച്ച ഉടനെ ഇങ്ങോട്ട് നോക്കും. ചിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആളെ നോക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നോക്കിയാലും അതിനർത്ഥം താല്പര്യമുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ചിരിച്ചുകൊണ്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്തുള്ളപ്പോഴും മനസ്സിലാക്കാവുന്ന വേറൊരു നല്ല പോയിന്റ് എന്ന് പറയുന്നത് നോക്കുന്നത് ഈ ഡയറക്റ്റ് ഇങ്ങനെയല്ല. ഇപ്പം ഞാൻ നേരെ മുമ്പിൽ അവിടെ നോക്കുന്നതിന് പകരം നോക്കുന്നത് എപ്പോഴും ചെരിഞ്ഞ് നിന്നിട്ട് ഷോൾഡർ ലുക്കിംഗ് എന്നാണ് പറയുക. ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഒരു ചിരിയോടുകൂടി ഇങ്ങനെ ഷോൾഡറിലൂടെ ഇങ്ങനെ നോക്കുക. പെൺകുട്ടികൾക്ക് സാധാരണ രീതിയിൽ കാണാവുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ ഈ ഷോൾഡറാണെങ്കിൽ ഏത് ഷോൾഡറാണെങ്കിലും റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കൃത്യമായിട്ട് ഇങ്ങനെ ഷോൾഡറിലൂടെ നോക്കുക എന്ന് പറയാം. ഡയറക്റ്റ് നോക്കുന്നതിന് പകരം ഒരാളെ ഷോൾഡറിലൂടെയാണ് നോക്കുന്നതെങ്കിൽ ഷോൾഡർ ലുക്കിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ഷീ ലൈക്സ് യു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പുറത്ത് വരുന്നത് പോലെ അടുത്തേക്ക് വരികയാണെങ്കിൽ കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഇഷ്ടം വിട്ടിട്ട് അതിൽ പ്രേമത്തിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നതാണ്. പേഴ്സണൽ സ്പേസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്കൂളുകളിലൊക്കെ നമുക്കത് കാണാവുന്ന കാര്യമാണ്. കുട്ടികൾ പരസ്പരം ഇഷ്ടത്തിലാണോ അല്ലേ എന്ന് ദൂരെ നിന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു വഴി എന്ന് പറയുന്നത് സാധാരണ ഇതിൽ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് 2 അടി മുതൽ 4 അടി വരെ ദൂരെയാണ്. പുരുഷന്മാർ പോലും 2 പേര് സംസാരിക്കുമ്പോൾ 4 അടി അല്ലെങ്കിൽ ഒരു 3 അടി ഇങ്ങനെ നിൽക്കും. അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസാണ്. ആ പേഴ്സണൽ സ്പേസിൻ്റെയും അടുത്തേക്ക് 2 അടിയുടെയും അടുത്ത് ഒരു 1.5 അടിയിലൊക്കെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി അറിയാതെ ഒരുത്തൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഷീ ലൈക്സ് ഹിം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ്. അതുപോലെ അടുത്തത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബോഡി ലാംഗ്വേജിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞതുപോലെ ഷോയിങ് ദ നെക്ക് എന്നുള്ളതാണ്. കഴുത്ത് കാണിക്കുക എന്നുള്ളതാണ്. കഴുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം, പിക്ചറിൽ കാണിക്കാം. അങ്ങനെ കൃത്യമായിട്ട് ഓപ്പൺ നെക്കായിട്ട് കാണിക്കുകയാണെങ്കിൽ, ഓപ്പൺ നെക്ക് എന്ന് പറഞ്ഞാൽ അത് ആ ബോഡി പോസ്റ്റർ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്ത രീതിയിലാണ്. നെക്ക് കാണിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ഏത് രീതിയിലാണെങ്കിലും ഇങ്ങനെ പിടിച്ച് കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നെക്ക് ഓപ്പൺ ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അടുത്തതാണ് ഇഷ്ടം വിട്ടിട്ട് അതൊരു പ്രേമത്തിൻ്റെ ലെവലിലേക്ക് മാറിയിട്ടുണ്ടോ ഇല്ലേ, അതിനും കാമത്തിൻ്റെ ടച്ച് ഉണ്ടോ എന്നറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ സൂക്ഷിക്കേണ്ടതും ആയ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടമുള്ള ഒരു പെണ്ണിന് ഒരു അവസരം കിട്ടുമ്പോൾ ആക്സിഡൻ്റൽ ടച്ച് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അറിയാതെയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് ടച്ച് ചെയ്യും. അത് വെറുതെ ഒന്ന് ടച്ച് ചെയ്യും, കൈയിൻ്റെ പുറം കൊണ്ടോ കൈകാലം കൊണ്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അടുത്തുനിന്ന് സംസാരിച്ചുകൊണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിക്കുക, വെറുതെ ഒന്ന് പിടിക്കും, കൈക്ക് പിടിക്കുന്നു, എവിടെയെങ്കിലും ഒന്ന് തൊടുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റൽ ടച്ചാണ്, ഞാൻ പ്രത്യേകിച്ച് അർത്ഥം വെക്കാത്ത ടച്ചാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥവും കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഈ നേരിട്ട് ഡയറക്റ്റ് ഒബ്സർവേഷനിൽ മനസ്സിലാക്കാവുന്നതല്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്ന വിഷയത്തിൽ എപ്പോഴും അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മളോട് പറയുകയും അവളുടെ ഫ്രണ്ട്സിനോട് നമ്മളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥവും താല്പര്യമുണ്ടെന്നുള്ളതാണ്. വളരെ സൂക്ഷിക്കുക. നമ്മളോട് പറയുന്നത് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കും, നമ്മളെക്കുറിച്ചായിരിക്കും അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അതിനർത്ഥവും ഈ ഇഷ്ടത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറയേണ്ടതാണ് ചിരിയുമായി ബന്ധപ്പെട്ടാണ് അർത്ഥം.
ചിരിയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളുകൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വളരെ സില്ലി ജോക്ക്, മറ്റുള്ളവർ കേട്ടാൽ ചിരിക്കാത്ത വളരെ ചെറിയ ജോക്ക് പോലും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ചിരിക്കും. അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റാർക്കും ഇഷ്ടം തോന്നാത്ത, മറ്റാർക്കും തമാശയായിട്ട് തോന്നാത്ത ഒരു തമാശ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളോട് എന്തോ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിരിയും നമുക്ക് ഒന്നുകൂടെ മൈക്രോ ഒബ്സർവേഷൻ നോക്കാവുന്നത് ഈ കണ്ണ് ഇറുകിയിട്ട്, കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ചിരിക്കുന്നതെങ്കിൽ, സാധാരണ ചിരി ഹ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതിന് പകരം ഇങ്ങനെ ആക്കിയിട്ടാണ് ചിരിക്കുന്നതെങ്കിൽ കണ്ണുകൂടെ അടച്ചുകൊണ്ട് കണ്ണ് റിങ്കിളിങ് നടക്കണം. അങ്ങനെ അടഞ്ഞുകൊണ്ടാണ് ചിരിക്കുന്നതെങ്കിൽ അതിനർത്ഥവും ആ കേസിൽ നമ്മളോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സോ ചിരിക്കും, വളരെ സില്ലി ആയിട്ടുള്ള കാര്യത്തിന് ചിരിക്കും. അങ്ങനെ ചിരിക്കുന്നത് തന്നെ കണ്ണടഞ്ഞുകൊണ്ട് ചിരിക്കുകയാണെങ്കിൽ അത് ഇഷ്ടത്തിൻ്റെ ലക്ഷണമായിട്ട് മനസ്സിലാക്കും. അതുപോലെ പേഴ്സണൽ സ്പേസിൽ വരുമെന്ന് പറഞ്ഞ പോലെ നമ്മളുമായി ബന്ധപ്പെട്ട ചുറ്റുവട്ടത്താണ് ഉള്ളതെങ്കിൽ അവിടെ നിന്ന് നമ്മളെ നോക്കുന്നതിൻ്റെ എണ്ണം അതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ വൺ ടൈം വെറുതെ നോക്കിയിട്ട് പോകുന്നതിന് പകരം ഇടയ്ക്കിടെ കൂടെ മിനിറ്റിൽ 3 തവണയിലധികം നമ്മൾ നോക്കും, പിന്നെയും നോക്കും, വീണ്ടും നോക്കും. അങ്ങനെ ആവർത്തിച്ച് നോക്കുകയാണെങ്കിൽ പരസ്പരം പറഞ്ഞിട്ടില്ലാത്ത ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഓപ്പണായിട്ടില്ല, പറഞ്ഞിട്ടില്ലാത്തൊരു ഇഷ്ടമാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ അപ്പോഴാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് പുരുഷൻ അങ്ങോട്ട് നോക്കിയാലും സ്ത്രീ ഇങ്ങോട്ട് നോക്കിയാലും ലുക്കിങ്ങിൻ്റെ ടൈം അല്ലെങ്കിൽ എത്ര തവണ എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിൻ്റെ എണ്ണത്തെ കാണിക്കുന്നുള്ളതാണ്. അതുപോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് നേരിട്ട് കണ്ടുമുട്ടുന്നതെങ്കിൽ കണ്ടുമുട്ടുമ്പോഴുള്ള ചിരി നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് ഇറുകുന്നതോടൊപ്പം മുഖം ബ്ലഷ് ചെയ്യും, ശരിക്കും തുടുത്ത് വരും, ചുവന്ന് വരും, ഭയങ്കര സന്തോഷം നമുക്ക് മുഖത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇഷ്ടത്തിൻ്റെ അളവാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൺ പെൺ ഇഷ്ടം മാത്രമൊന്നുമില്ല, അത് പിന്നെ കാമുകന്മാർ മാത്രമല്ല, ഭാര്യ ഭർത്താവാം, അല്ലെങ്കിൽ അച്ഛൻ മകനാവാം, അമ്മ മകളാവാം, അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ അത് കാണാവുന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷം ഫീൽ ചെയ്യുമ്പോൾ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത് അവരുടെ മുഖം തുടുത്ത് വരുന്നതാണ്, ചുവന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ടിപ്പിൽ പറഞ്ഞിരുന്നു, നമുക്ക് പിന്നെ നമ്മളെ ഇഷ്ടമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ആളുകൾ നമ്മെ മിറർ ചെയ്യും, നമ്മളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേയാളും അതേപോലെ തന്നെ ആ വേദിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചൊറിയുകയാണെങ്കിൽ അപ്പോൾ ചൊറിയും, നമ്മൾ കൈ കെട്ടിയിരിക്കുകയാണെങ്കിൽ കൈ കെട്ടും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ, നിൽക്കുന്ന പോസ്റ്ററിൽ പോലും കാല് മടക്കിയിട്ടോ കാലിങ്ങനെ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്യുകയാണെങ്കിൽ ആ കോപ്പി ചെയ്യുന്ന ആൾക്ക് നമ്മളോട് താല്പര്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഒരു ചെറിയ കാര്യം കൂടെ ഉള്ളതെന്ന് പറയുന്നത്, ശരിക്കും ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ മൈക്രോ ഒബ്സർവേഷൻ്റെ ഭാഗമാണ്. സംസാരിക്കുമ്പോൾ അത് ആരാണെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഈ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വളരെ സൂക്ഷിക്കുക. എൻ്റെ മൂക്കിൻ്റെ ദ്വാരമൊക്കെ ഓൾറെഡി വലുതാണ്, ഇങ്ങനെ വികസിപ്പിക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റണമെന്നില്ല. അത് ചെറിയ രീതിയിലും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ മൂക്കിൻ്റെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തനിയെ വികസിക്കുന്നുണ്ട് എങ്കിൽ അത് ഇഷ്ടത്തോടുകൂടുള്ള സംസാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂക്കിൻ്റെ ദ്വാരം, നോസ്ട്രൽസിൻ്റെ ഒരു വികസനവും കൂടെ വളരെ സസൂക്ഷ്മം നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ മൈക്രോ ഒബ്സർവേഷനിൽ അടുത്തതായിട്ട് നമുക്ക് പറയാവുന്നത് മൂക്ക് പോയിൻറ്റിങ്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റ മൂക്ക് മാത്രമാണ് ഇങ്ങനെ കാണൂ, പക്ഷേ ഇഷ്ടത്തോടെ സംസാരിക്കുമ്പോൾ അത് മൂക്ക് കൂർത്ത് വരും എന്ന് പറയാം. മൂക്ക് പോയിൻറ്റിങ് എങ്ങോട്ടാണോ അങ്ങനെ സംസാരിക്കുന്ന ആളുടേക്ക് ശരിക്കും പോയിൻ്റ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നോസ് പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മൈക്രോ ഒബ്സർവേഷൻ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഈ ബോഡി ലാംഗ്വേജുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകളുടെ കൃത്യമായിട്ട് ക്ലോസ് ഒബ്സർവേഷനിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ക്ലോസ് ഒബ്സർവേഷനിൽ മനസ്സിലാക്കിയതിന് ശേഷം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നത് എങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം നല്ല നല്ല അറിവുകൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. താഴെ ഒരു ഷെയർ ബട്ടൺ കാണാം. ഷെയർ ചെയ്തിട്ട് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ലഭിക്കട്ടെ. കൂടുതൽ വീഡിയോകൾ വഴിയേ വരും. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് വൈറലായ 2 വീഡിയോ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു. അത് രണ്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം, ഞാൻ മുജീബ്.